ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പിങ്ക് ബോൾ ടെസ്റ്റ് അഡലെയ്ഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 180 റൺസിന് പുറത്തായ ഇന്ത്യ ഓസ്ട്രേലിയയെ ഒന്നാം ഇന്നിംഗ്സിൽ 337 റൺസിനാണ് ഓൾ ഔട്ട് ആക്കിയിരിക്കുന്നത്. 157 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. നിരാശാജനകമായ പ്രകടനമായിരുന്നു മത്സരത്തിൽ യുവ പേസറായ ഹർഷിത് റാണ കാഴ്ചവെച്ചത്. 16 ഓവറുകളിൽ 86 റൺസ് വിട്ടുകൊടുത്ത താരത്തിന് വിക്കറ്റുകളൊന്നും ലഭിച്ചതുമില്ല. ഓസീസ് ബാറ്റർമാർക്ക് യാതൊരു വെല്ലുവിളിയും നൽകാൻ റാണയ്ക്ക് കഴിഞ്ഞില്ല. ഇതോടെ അടുത്ത കളിയിൽ മുഹമ്മദ് ഷമിയെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രിയും ഷമിയുടെ വരവിന് മാത്രമേ ഇന്ത്യയുടെ പേസ് നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കൂ എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഷമിയുടെ വരവ് അടുത്ത കളിയിലും സംഭവിക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പരിക്കിൽ നിന്ന് മോചിതനായി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ഷമിക്ക് ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാനുള്ള ഫിറ്റ്നസ് ക്ലിയറൻസ് BCCI നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഷമിയെ എന്ന് ഓസ്ട്രേലിയയ്ക്ക് അയക്കാമെന്ന കാര്യത്തിലും BCCI തീരുമാനമെടുത്തിട്ടില്ല. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അടുത്ത പരമ്പരകളും അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് ചുരുക്കം. പരിക്കിനെ തുടർന്ന് ഒരു വർഷത്തോളം മത്സര ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന മുഹമ്മദ് ഷമി കഴിഞ്ഞയിടയ്ക്കാണ് ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയത്. നിലവിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 7 മത്സരങ്ങളിൽ 8 വിക്കറ്റുകൾ വീഴ്ത്താനും അദ്ദേഹത്തിനായി. അദ്ദേഹത്തിന്റെ ടീമായ ബംഗാൾ ആവട്ടെ ടൂർണമെന്റിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഈ മാസം 9-ന് ചണ്ഡീഗഡിനെതിരെയാണ് ബംഗാളിന്റെ പ്രീ ക്വാർട്ടർ മത്സരം. ഈ മത്സരത്തിൽ ഷമി കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഷമിയുടെ അഭാവം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയുടെ ബൌളിംഗ് കരുത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും താരത്തെ ഉടൻ ഓസ്ട്രേലിയയ്ക്ക് അയക്കാൻ BCCIക്ക് പദ്ധതിയില്ലെന്നാണ് റിപ്പോർട്ട്. സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന അവസാന മത്സരത്തിന് ഷമി ലഭ്യമായേക്കുമെന്നും എന്നാൽ അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ പര്യടനം പൂർണ്ണമായി നഷ്ടമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലാണ് ഷമി അവസാനമായി ടെസ്റ്റ് ജേഴ്സി അണിഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടി മൊത്തം 64 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം 229 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഇന്നത്തെ കളിയിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി 7, രോഹിത് ശർമ്മ 3, യശസ്വി ജയ്സ്വാൾ 0 എന്നിങ്ങനെ 2 അക്കം കാണാതെ പുറത്തായിരുന്നു. ഇതിൽ യശസ്വി ജയ്സ്വാളും വിരാട് കോഹ്ലിയും പെർത്ത് ടെസ്റ്റിൽ സെഞ്ചുറി നേടിയിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് നാട്ടിലായിരുന്ന രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ 23 പന്ത് നേരിട്ട് വെറും 3 റൺസുമായി പുറത്താവുകയായിരുന്നു. സ്ഥിരമായുള്ള ഓപ്പണിംഗ് സ്ഥാനം വേണ്ടെന്ന് വെച്ച് അഡലെയ്ഡിൽ 6-ാം നമ്പറായാണ് രോഹിത് ശർമ്മ ക്രീസിലെത്തിയത്. ഫോം കണ്ടെത്താൻ വിഷമിച്ചതിനാലാണ് രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് ഇറങ്ങിയത്. മാത്രമല്ല പെർത്ത് ടെസ്റ്റിൽ രോഹിത്തിന്റെ അഭാവത്തിൽ ഓപ്പൺ ചെയ്ത KL രാഹുൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു.